അടിപൊളി വിഷയം പടം എന്ന് പറഞ്ഞാൽ വിഷയം പടം ഒന്നുമില്ല. രോമാഞ്ചം. മമ്മൂക്കയുടെ ഇന്റർവെൽ പഞ്ച് ഉണ്ട്, അത് അടിപൊളി, ഒന്നും പറയാൻ. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റൊക്കെയാണ് നിങ്ങള്? അതെ അതെ അതെ, ഒട്ടും വില്ലനായിട്ട് തകർത്ത അടി. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം, 74 അഴിഞ്ഞാട്ടെ അതൊക്കെ തീർത്ത്. അയ്യോ, ലാസ്റ്റത്തെ ഒരു സാധനം ഉണ്ട് കത്തിച്ച് വിനായകൻ സൂപ്പറായിട്ടുണ്ട്. ഇത് ഓഫ് ബീറ്റ് ആണെങ്കിൽ അതപ്പം നല്ലൊരു ത്രില്ലറാണ്, എൻ്റർടൈനറാണ്. മമ്മൂക്ക ഇപ്പോൾ വേൾഡ് ക്ലാസ് മൂവീസാണ് ചെയ്യുന്നത്. നൻപാടായാലും കുറച്ചായിട്ട് അങ്ങനെയല്ല, ഇതിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വിനായകനാണ് ചെയ്തിട്ടുണ്ട്, നായികമാരനാണ് ചെയ്തിട്ടുണ്ട്. സുധി രാമചന്ദ്രൻ, മാളവിക മോഹൻ, പിന്നെയാണ് രജീഷ വിജയനാണ് ചെയ്തത്. എല്ലാം കൊണ്ട് നല്ലൊരു പടമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. മമ്മൂട്ടി എന്ന താരത്തെയാണോ നടനെയാണോ? മമ്മൂട്ടി എന്നാണ്. അത് ഞാൻ അടുത്ത മമ്മൂട്ടി ഫാൻസ് കൂടെ പറഞ്ഞാൽ അവർ എല്ലാ തരം ഫിലിംസും എൻകറേജ് ചെയ്യും. ലാലേട്ടൻ കളിച്ച് കുറച്ച് ആഗ്രഹമുണ്ട്, അല്ലാതെ ഫാൻസ് സമ്മതിക്കില്ല. മമ്മൂക്ക ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ബഷൂർക്കയും ഡൊമിനിക്കോ വെച്ചതിൻ്റെ ബാക്കിയെല്ലാം വേൾഡ് ക്ലാസ് മൂവീസാണ്, ഭയങ്കര ക്ലാസിക് മൂവീസാണ്. പിന്നെ ഇത്രയും ഈ പ്രായത്തിലും ഇത്രയും ഈ സ്റ്റാർട്ട് ഉള്ളപ്പോഴും ഇങ്ങനത്തെ നെഗറ്റീവ് റോൾ ചെയ്യാൻ സമ്മതിച്ചോ വരാൻ ചെയ്യില്ല. മമ്മൂട്ടിക്ക് പണത്തെക്കാട് മമ്മൂട്ടി സ്നേഹിക്കുന്നത് സിനിമയും ആക്ടിങ്ങിനെയാണ്. ഇത് ലാലേട്ട മമ്മൂട്ടിയിൽ പഠിക്കാം. രണ്ടാമത് കാണാനുള്ള കാരണം എന്താ? അത് അത്രയ്ക്കും ഒരു ക്ലാസിക് മൂവിയാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് പടത്തിൽ കാണുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്, ഒരു വേൾഡ് സിനിമയിലിരിക്കും. സംഭവം നന്നായിട്ട് എന്നാൽ സാധാരണ ഇങ്ങനത്തെ ഓഫീസ് ഫിലിംസിൽ കുറച്ച് ബോഡി ഉണ്ട്, പക്ഷെ ലാഗില്ല, ഒട്ടും ലാഗില്ല. ക്ലൈമാക്സ് മുമ്പ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് ഇൻ്റർവ്യൂവിന് മുമ്പ് ട്വിസ്റ്റ് ഉണ്ട്. അതാരും സ്പോയിലർ പറയരുത്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പോൾ ക്ലാസ് നെഗറ്റീവ് റോള് പുള്ളി ചെയ്യുന്ന ഒരു സൈക്കോ ആയ വുമനൈസറാണ്. പക്ഷേ ഈ നെഗറ്റീവ് റോള് ആദ്യം വിനായകനെ കൊടുത്തത് പുള്ളി ചെയ്തത് ഒരു സംബന്ധിച്ചുള്ളൂ. മമ്മൂക്ക് ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ലാലേട്ടൻ താരത്തെ കാണുന്നു, പക്ഷെ മമ്മൂക്കെ നടനെയാണ് ഇവിടെ കാണുന്നത്. ധൈര്യം കാണിക്കാൻ ഇവിടെ ഒരു ആക്ടറും കാണിക്കില്ല. കാരണം ഇത്രയും സ്റ്റാർട്ടുള്ള സമയത്ത് പിന്നെ അത് മാത്രം പുള്ളിയുടെ ഫാൻസ് അവരെല്ലാ സിനിമയും അക്സെപ്റ്റ് ചെയ്യും. അത് ലാലേട്ടൻ പണ്ട് നടന്നതായിരുന്നു, താരമായിരുന്നു. ഇപ്പോൾ താരം മാത്രമായി. മമ്മൂക്ക് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊപ്പം തന്നെ ടർബോ ചെയ്ത ടർബോ ഒരു മാസത്തിലുമാണ്. എനിവേ നല്ലൊരു പടമാണ്, തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സൂപ്പർ ഫിലിം, സൂപ്പറാണ്, അടിപൊളി. രണ്ടുപേരും അടിപൊളി അഭിനയം. വിനായകനും സൂപ്പർ മൂവി, വളരെ ഹാപ്പി. പടം കണ്ടിരിക്കാം, കൊള്ളാം. സസ്പെൻസ് വിനായകൻ കലക്കി, മമ്മൂട്ടിയും കലക്കി, കട്ടക്ക് കട്ട. നല്ല കൊള്ളാം, നല്ല പടം. മുറിവുകൾ കണ്ടിരിക്കാൻ സസ്പെൻസ് തന്നെ. അതെ അതെ, ഹൗസ്ഫുള്ളാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി അടിപൊളി, നല്ല സസ്പെൻസ്. വലിയൊരു വില്ലൻ ഇവിടെ വന്ന് നായകനായി. ജയിലർന്നൊന്നും അല്ലത്, ഇതാ ക്ലൈമാക്സിൽ വിനായകൻ നമുക്ക് തരും ഒരു ഐറ്റം. അത് തന്നെയാണ് ആ പടത്തിന്റെ ഒരു പീക്ക് ലെവൽ. സൂപ്പറോടോ വിനായകൻ കലക്കി. പറയാൻ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. പടം നല്ലതാണ്. വീണ് പോയി. അടിപൊളി സിനിമ, അടിപൊളി സ്റ്റോറി. രണ്ടുപേരും പൊളിച്ച് മാക്സിമം കാണിച്ചിട്ടുണ്ടാവും. ഹീറോ കം ബാക്ക് ആസ് എ വില്ലൻ. അതാണ് നമുക്ക് പിടിച്ചേക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഒരു വെറൈറ്റി ഒരു വേഷമാണ് ചെയ്തത്, ഇഷ്ടപ്പെട്ടു. വിനായകൻ നൈസ് കോമ്പായിരുന്നു, കൊള്ളായിരുന്നു.